സംഭരിക്കപ്പെട്ട ഡാമുകൾ അടക്കം തുറന്നുവിടുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഇന്ത്യയുടെ നയതന്ത്ര യുദ്ധത്തിന്റെ ഭാഗമായി ആദ്യം സ്വീകരിച്ചത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തി എന്നുള്ളതായിരുന്നു. അത് മരവിപ്പിച്ചു നിർത്തുമ്പോൾ പാകിസ്ഥാനുമായി ജലകരാറിന്മേൽ ഉള്ള എല്ലാ ഉടമ്പടികളും ഇല്ലാതാകുന്ന സാഹചര്യം. പാകിസ്ഥാന് വിട്ടു നൽകേണ്ട ജലം എത്ര ശതമാനം ഒഴുക്ക്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇനി പാകിസ്ഥാനുമായി ആശയവിനിമയമില്ല. എപ്പോഴാണോ ഇന്ത്യക്ക് ഡാമുകൾ അടയ്ക്കേണ്ടത് ആ സമയത്ത് ഇന്ത്യ ഡാമുകൾ അടയ്ക്കും, തുറക്കേണ്ട സമയത്ത് തുറക്കും. അത് എങ്ങനെ പാകിസ്ഥാനെ ബാധിക്കുന്നു? ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലും വെള്ളം കയറുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളുടെ പ്രാധാന്യം എന്നത്. പക്ഷേ ഇനി അത്തരത്തിൽ ഒരു ബാധ്യതയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എല്ലാ അന്താരാഷ്ട്ര അതിർത്തി നിയമങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ആണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ചുട്ട മറുപടിയായിരുന്നു ഇന്നലെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. തന്ത്രപ്രധാന മേഖലകളിൽ കയറിയടിച്ചിട്ടും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഷെൽ ആക്രമണം തുടരുകയാണ്. അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ സാധാരണക്കാർക്ക് നേരെ അടക്കമുള്ള ആക്രമണത്തിനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിർത്തി മേഖലകളിൽ ആണ് ഈ ഷെല്ലാക്രമണം തുടരുന്നത്. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പൂഞ്ച്, രജൌരി, ഉധംപൂർ, ജമ്മു, അക്നൂർ, സാംബ, പത്താൻകോട്ട് അടക്കമുള്ള മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വലിയ പ്ലാനിംഗ് പാകിസ്ഥാൻ നടത്തിയത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അത് തിരിച്ചറിയുകയും അതിനെ കൃത്യമായി ചെറുക്കുകയും ചെയ്തു. നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ അടക്കം തടയിടാൻ, അവരുടെ ഡ്രോൺ വർഷത്തെ തടയുവാൻ അടക്കം ഇന്ത്യക്ക് സാധിച്ചു. എങ്കിലും ഇന്ത്യക്ക് ചെറിയ പരിക്കുകൾ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിർത്തി മേഖലകളിൽ അടക്കം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യൻ സൈന്യം തിരിച്ചു നൽകിയ മറുപടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിനെ ആ നിലയിൽ വിലയിരുത്താനാകില്ല. ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രകോപനങ്ങൾ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതീവ ജാഗ്രതയിൽ ആണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത ജാഗ്രത തുടരുന്ന സാഹചര്യമുണ്ട്. നിർണായകമായ യോഗങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കൂടിക്കാഴ്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും തന്നെ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെയും മാറ്റി നിർത്താനാവില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒന്നാകെ 14 ജില്ലകളിലും മോക്ക് ഡ്രില്ല് നടത്തിയിരുന്നു. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോഴും ഇന്ത്യ കടന്നിട്ടില്ല. ഇന്നലെ ആകാശയുദ്ധം നടക്കുമ്പോഴും ഇന്ത്യയോ പാകിസ്ഥാനോ ഇത് യുദ്ധം എന്ന് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനം അത് എവിടേക്കും വ്യാപിക്കാം എന്നുള്ള നിരീക്ഷണം കൂടിയുണ്ട് ഇന്ത്യക്ക്. സംസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ആണ് കൺട്രോൾ റൂം തുറന്നത്. ആഭ്യന്തര സെക്രട്ടറി മേൽനോട്ടം വഹിക്കും. വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളികളായിട്ടുള്ള നിരവധി ആളുകൾ ഭീകരാക്രമണം നടന്ന സമയത്ത് തന്നെ ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. രാജസ്ഥാൻ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നിരവധിയായ മലയാളികൾ അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കൺട്രോൾ റൂം അടക്കം പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സംസ്ഥാനം അതീവ ഗൗരവത്തോടെയാണ് സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നു. സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് പുതിയ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം തുടങ്ങിയത്. നമ്പറുകളും സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം മലയാളികൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലുള്ള സാഹചര്യം, അത് മാത്രമല്ല സംസ്ഥാനത്തും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാണ് സംസ്ഥാനവും. അതുകൊണ്ട് ഏത് വിവരവും അറിയിക്കണം, അതാണ് നിർദ്ദേശം. ഏതെങ്കിലും അസ്വാഭാവിക കാര്യങ്ങൾ അറിയിക്കണം. അടിയന്തര ആവശ്യങ്ങളിൽ സർക്കാർ വൃത്തങ്ങളെ ബന്ധപ്പെടണം. അതിനുവേണ്ടിയാണ് സംസ്ഥാനത്ത് കൺട്രോൾ റൂം തുടങ്ങിയത്. ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് സിൻഹയ്ക്കാണ് കൺട്രോൾ റൂമിന്റെ ഏകോപന ചുമതല. ചീഫ് സെക്രട്ടറി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. എല്ലാ അടിയന്തര ഘട്ടങ്ങളെയും നേരിടാൻ സംസ്ഥാനങ്ങളും തയ്യാറെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനവും ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത്.
യെസ്, അതാണ് കേരളവും അതീവ ജാഗ്രതയോടുകൂടിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. അതേസമയം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അതിർത്തി സംസ്ഥാനങ്ങൾ തന്നെയാണ്. അതിൽ പഞ്ചാബാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പഞ്ചാബിലെ ഗുരുദ്വാരകളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരുന്നു. അത്തരം ശ്രമങ്ങൾ അടക്കം ആണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച മണിക്കൂറുകൾ ആയിരുന്നു കഴിഞ്ഞുപോയത്. ഒരുപക്ഷെ ഇന്ത്യയിൽ വലിയ തോതിൽ ആക്രമണം നടത്താം എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ഉദ്ദേശമെങ്കിൽ അത് തകർത്തെറിയുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ തദ്ദേശവാസികളായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഇന്നലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ 2 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിൽ F-16 JF-17 ആണ് ഉൾപ്പെടുന്നത്. അതിലൊന്ന് ജയ്സാൽപൂരിൽ ആണ്, മറ്റൊന്ന് അഗ്നൂരിൽ ആണ്, ജയ്സൽമേരിലും അഗ്പൂരിലും ആണ്. ഇപ്പോഴിതാ ജയ്സാൽമൂരിൽ നിന്ന് അടക്കമുള്ള പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ. സാംബ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ ആക്രമണത്തിന് പാകിസ്ഥാന് ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ 2 മേഖലകളിൽ പെട്ട പ്രദേശവാസികൾ പ്രതികരിക്കുകയുണ്ടായി. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. बंद हो गई, ब्लैकआउट हो गया सारा। तो उसके बाद ड्रोन वगैरह चढ़ना स्टार्ट हो गए, हमला वगैरह स्टार्ट हो गया। जैसे रास्ते में आए तो घर पे यहाँ भी सुना कि यहाँ भी हमले स्टार्ट हो गए और पूरी रात फायरिंग वगैरह चलती रही। ऐसी हरकत करनी नहीं चाहिए उनको, क्योंकि जहाँ पे मिलिटेंसी एरिया है नहीं तो आए दिन वो कुछ ना कुछ अपनी हरकत करता रहता है। तो उसका हमारी जो डिफेंस है वो अच्छे से मुँह तोड़ जवाब दे रही है। हमें गर्व है अपने इंडिया पे, अपनी डिफेंस पे भी है, तो हम ये जंग जीतेंगे जरूर। खाना ही स्टार्ट किया था तभी एक सायरन की आवाज़ आती है और कुछ धमाकों की आवाज़ आती है। थोड़ा जो हमारा डिफेंस सिस्टम है S-400 उन्होंने पहले उनको न्यूट्रलाइज कर दिया था। उसके बाद सुबह 4:30 बजे के करीब भी एक आवाज़ आई है, उसको भी शायद न्यूट्रलाइज कर लिया गया है। तो ऐसा नहीं है, डर का माहौल नहीं है, पैनिक क्रिएट नहीं करना है बस। बाकी हमारा डिफेंस सिस्टम अलर्ट पे है, फौजियाँ अलर्ट पे हैं। आर्मी वालों से लड़ने का उनका वो है नहीं, इतना उनको मादा नहीं है, तो अभी वो सिविलियन पे ही अटैक कर सकते हैं, इसके अलावा वो कर भी नहीं सकते। बहुत अच्छा सर, बहुत अच्छा जवाब दिया, बिल्कुल माकूल जवाब दिया एकदम उनको। आने वाले टाइम में अगर जरूरत पड़ी तो हम लोग अपने फोर्सेस के साथ ही। बॉर्डर से जो शेलिंग वगैरह, जब वो मिसाइल्स वगैरह चल रही हैं, तो S-400 जो हमारा वो इतना सक्षम था कि जो भी उनकी अपना वहां से जो उन्होंने शेलिंग वगैरह मिसाइल्स वगैरह चलाई है, हमारा S-400 जो है उसने पूरा भरपूर उसका जवाब दिया कि हमें अपनी इंडियन आर्मी पे पूरा प्राउड है। तो मैं एक बार जरूर कहूंगा कि सबको भी एक यकीन बनाए रखें अपनी इंडियन आर्मी पे। पाकिस्तान को हम जनता की तरफ यही कहना चाहते हैं कि बाप बाप है और बेटा बेटा है। बाप से उलझने की कोशिश ना करे, नहीं तो नुकसान भुगतना पड़ेगा। भारत की जनता है, जो भी विश्वास के साथ हम तैयार है, अगर जरूरत पड़े तो हम नागरिक भी सेना के साथ मजबूत कंधा मिला चलेंगे। थोड़ी देर में देखा कि बाहर जोरदार मिसाइल के हमले हो रहे हैं, फिर थोड़ी देर बाद पता चला कि ये एंटी मिसाइल वापस जा रहे हैं, तो उसके कारण भी धमाके और वहाँ से भी आ रहे हैं, उसके धमाके दोनों हो रहे हैं। तो सेना के ऊपर पूरा भरोसा रहा हमारे को। जय जवान जय किसान ही कहते हैं, वास्तव में उन्होंने वैसा ही करके बताया कल। कल जो हुआ उससे कोई डरने की जरूरत नहीं है। यहाँ पर बहुत हमले हुए, पर सब हमले को यहाँ से एयरफोर्स ने इतने ऐसे नाकाम किया है, जैसे मतलब उन लोगों ने ट्राई की और ट्राई ऐसी हो गई कि वो फेल हो गई। सब लोग घर में थे, सब लोगों ने लाइट बंद करके जो पूरा ब्लैकआउट है उसका पालन किया था। उन लोगों ने लगातार रात को बहुत कोशिश की, पर यहाँ का जो एयर डिफेंस है उन्होंने ऐसा मुंह तोड़ जवाब दिया कि उनको वापस जाना पड़ा। पर वापस जाते टाइम भी उनका जो फाइटर जेट है वो भी यहाँ पर मार गिराया था। सारे लोग यहाँ के जो मिलजुल के सेना को साथ दे रहे। रात में कुछ नहीं, हल्का धमाका हुआ तो ऐसे धमाके होते रहते हैं। जनता डरने वाली नहीं है, जनता के सैनिकों के साथ है। सैनिक है तो देश सुरक्षित है। നിരവധി പാക് മിസൈലുകൾ ആണ് ഇന്ത്യ തകർത്തത്. ഇതിന് പിന്നാലെയാണ് 3 യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇത് ഇപ്പോഴും ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. 2 JF-17 യുദ്ധവിമാനങ്ങളും ഒരു F-16 വിമാനവും ഇന്ത്യ വെടിവെച്ച് ഇട്ടു എന്നതും, അതോടൊപ്പം തന്നെ 2 പൈലറ്റുമാർ, പാകിസ്ഥാനിലെ 2 പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലാണ് എന്നുള്ളതുമാണ് വിവരം. ഇന്നലെ അത്തരം ദൃശ്യങ്ങളടക്കം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. BSF ജവാന്മാർ